സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ ആദ്യമേ തന്നെ കാണിക്കാം. അത് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. വയനാട് ദുരന്തമുണ്ടായതിനു പിന്നാലെ വയനാട്ടിലെ ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിനും അവരുടെ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ഫണ്ടിന്റെ പേരിൽ പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ധാരാളം തുക ആ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായി സർക്കാർ ആദ്യഘട്ട ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDF ശക്തമായി ആരോപിച്ചിരുന്നത് വയനാട് ഫണ്ട് പുനർനിർമ്മാണത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് പൂർണ്ണമായി വയനാട്ടിൽ ചിലവഴിച്ചിട്ടില്ല എന്നായിരുന്നു. അതുകൊണ്ടാണ് വയനാട്ടിലെ പുനരധിവാസത്തിൽ അലംഭാവം ഉണ്ടായതും കാലതാമസം സംഭവിച്ചതെന്നായിരുന്നു. എന്നാൽ അത് ശരിവെക്കും വിധത്തിലാണ് ഇപ്പോൾ രേഖകൾ പുറത്തു വരുന്നത്. വയനാട് ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനും പിരിച്ച തുകയിൽ നിന്നും വകമാറ്റി ചിലവഴിച്ചു എന്നുള്ള രേഖകൾ പുറത്തു വരുന്നു. ആ രേഖകളാണ് ഇപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് വയനാട്ടിലെ ദുരന്ത നിവാരണ ആ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട്ടിലെ ആ ഒരു റിലീഫിന് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലുണ്ടായിരുന്ന പഴയ ലാപ്ടോപ്പും പഴയ സാമഗ്രികളും എല്ലാം മാറി പുതിയത് സ്ഥാപിച്ചു. അതായത് വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്, വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. പിണറായി വിജയൻ മടിയിൽ കനമില്ലാത്തവനെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വയനാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് കിട്ടിയ, അല്ലെ ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, നിമിഷ നേരം കൊണ്ട് എല്ലാം ശിഥിലമായ ആളുകൾക്ക് കിട്ടിയ ഫണ്ട് എടുത്തിട്ട് സ്വന്തം വീട്ടിലെയും സ്വന്തം അവരുടെ ഓഫീസുകളിലെ സാധനങ്ങൾ മേടിക്കാൻ പോയിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ്, എന്തൊരു വൃത്തികേടാണ് പിണറായി വിജയൻ സഖാവെ നിങ്ങളടക്കമുള്ള ആളുകൾ ഈ കേരളത്തിലെ ജനങ്ങളോടും ആ വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോട് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തൊരു ക്രൂരതയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരത ചെയ്യാൻ പറ്റുക, അല്ലെ എങ്ങനെയാണ് ഇത്രയും ക്രൂരനാവാൻ പറ്റുക? വളരെ മോശമാണ് കേട്ടോ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വളരെ കഷ്ടമാണ്. ഇന്ന് ശ്രീകണ്ഠൻ നായർ അടക്കമുള്ള ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ, ഈ 24 ന്യൂസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞേനെ? ഇത്രയും വലിയൊരു കൊള്ള, ഇത്രയും വലിയൊരു തട്ടിപ്പ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെ ജനങ്ങൾ അറിഞ്ഞേനെ? അതായത് ഈ ഫണ്ട് എടുത്തിട്ട് നിങ്ങളുടെ ഓഫീസിലേക്കുള്ള ലാപ്ടോപ്പും സാധനങ്ങളും വാങ്ങിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണോ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഈ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നത്? വളരെ മോശമാണ്. ഷെയിം ഓൺ യു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് കൊങ്ങികൾക്ക് കേൾക്കണം. ഇതിനായിട്ട് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനടക്കമുള്ള ആളുകൾ ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടുനിന്നിരിക്കുകയാണ്. UDF പിരിച്ച 5 കോടി അല്ലെ 50 കോടി എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുക. ഈ മുക്കിയ അല്ലെങ്കിൽ ഈ പൊക്കിയ അല്ലെങ്കിൽ ഈ പിരിച്ച ഫണ്ട് എവിടെ കോൺഗ്രസേ? ഫണ്ട് വീട് 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 കോൺഗ്രസേ നിങ്ങൾ പിരിച്ചതല്ലേ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടിരുന്നു ഇടയ്ക്ക്, പാരഡി ഗാനം. ഈ ഇലക്ഷന് മുൻപല്ല, ഇലക്ഷന് ശേഷമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യം തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ മുക്കിയ ഫണ്ട് എവിടെ? പിരിച്ചതെന്നല്ല, നിങ്ങൾ മുക്കിയ ഫണ്ട് എവിടെ? സിദ്ദിഖ് അടക്കമുള്ള ഇവന്മാരോടെല്ലാം ഞങ്ങൾ ചോദിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്, ഫണ്ട് എവിടെ? നിങ്ങൾ ഈ LDF ഫണ്ട് പിരിച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. LDF ഈ ഫണ്ട് എടുത്തുകൊണ്ട് ഇവരുടെ ലാപ്ടോപ്പും സാധനങ്ങളും ഒക്കെ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലാണ്. അപ്പോൾ ആ ഒരു നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ വർമ്മ സാറേ. നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിങ്ങൾ ആ ഇട്ടിരിക്കുന്ന ഫോട്ടോയിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫണ്ട് വാങ്ങിയിരിക്കുന്ന രേഖയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എന്താണ്? വയനാട്ടിലെ എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, വയനാട്ടിലെ ആ ഒരു ഭവന നിർമ്മാണ പദ്ധതിയിൽ, അല്ലെ വയനാട് ടൗൺഷിപ്പിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള, അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങാനായിട്ട് ഇത്ര രൂപയുടെ എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അതായത് ഈ റിലീഫ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സാധനങ്ങൾ വാങ്ങിയിട്ട് വയനാട്ടിൽ തന്നെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലേക്ക് അയച്ചു എന്നാണ് 24 ന്യൂസിൻ്റെ വാദം. എന്നാൽ ഇത് സെക്രട്ടേറിയറ്റിലേക്കല്ല അയച്ചിരിക്കുന്നത്, വയനാട്ടിലെ തന്നെ അവരുടെ ഓഫീസുകളിലേക്കാണ് ഈ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് 1,60,000 രൂപ വില വരുന്നുണ്ട് ഈ പറയുന്ന പ്രിൻ്ററിന്. അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന, അതിനെല്ലാം സർവ്വസജ്ജമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സജ്ജീകരണങ്ങളുള്ള ഒരു പ്രിൻ്റർ മെഷീനാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ പണ്ട് ചെയ്തിരുന്നത് പോലെയുള്ള കല്ലിടിയിൽ പ്രക്രിയയല്ല. അപ്പോൾ കല്ലിട്ടിട്ട് വീടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീടെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സങ്കല്പം മാത്രമാണെന്ന് പറയുന്ന രീതിയല്ല അവർ ചെയ്തിരിക്കുന്നത്. വലിയൊരു സാമ്രാജ്യമാണ് പടുത്തുയർത്തിയിരിക്കുന്നത്, അല്ലേ? KGF സിനിമയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ വലിയൊരു സാമ്രാജ്യം. കോളനി എന്നോ പ്ലോട്ട് തിരിച്ചിട്ട് വീട് വെച്ചിരിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വലിയൊരു സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുകയാണ്. ഓരോ വീടുകൾക്കും വിലയിടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 2-3 കോടി രൂപയ്ക്ക് മുകളിൽ ആ വീടിൻ്റെ വാല്യൂ ഉണ്ട്. അതിൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത്രയും വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു സർക്കാർ വീട് പണിത് കൊടുത്തതിനേക്കാൾ അപ്പുറം ആ സർക്കാർ
സർക്കാർ പണിത് നൽകിയിരിക്കുന്നത് അവരുടെ സ്വപ്നതുല്യമായ വീടിനേക്കാളപ്പുറം ആ സർക്കാർ കൊടുത്തിരിക്കുന്നത് വലിയൊരു സാമ്രാജ്യം തന്നെയാണ്. എല്ലാ ആളുകൾക്കും ഒരേ സമയത്ത് കയറി താമസിക്കാൻ സാധിക്കുന്ന തരത്തിൽ അത് വലിയൊരു സാമ്രാജ്യമായിട്ട് തന്നെ അവർ രൂപകൽപ്പന ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 178 വീടുകളാണ് ആദ്യഘട്ടമായിട്ട് ഇടതുപക്ഷ സർക്കാർ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ആവശ്യ സാധനങ്ങൾ, അതിൻ്റെ രേഖകൾ തയ്യാറാക്കുന്നതിനും അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനും ഇത്ര എക്യുപ്മെൻറ്റ്സ് വേണം. എന്നാൽ മാധ്യമ പാപ്പരാസിയായിട്ടുള്ള അടിമ കൊങ്ങികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ശ്രീകണ്ഠൻ നായർ അടക്കമുള്ള കൊങ്ങിക്കുട്ടന്മാർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഈ വയനാട്ടിലെ ഫണ്ട് ഇടതുപക്ഷം മുക്കിയെന്നാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു വാർത്ത പടച്ചുവിടുന്നത്? ഇവരുടെ ശവന്തൂക്കികളായിട്ടുള്ള UDF മുക്കിയ ഫണ്ടിനെ പറ്റി എല്ലാവരും മറക്കണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഈ പരിപാടിയുമായിട്ട് 24 ന്യൂസിനെ ഇവർ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖ് മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം നമുക്കറിയാം. അതായത് വയനാട്ടിലെ വീടുകളൊന്നും ഞങ്ങൾക്ക് ഉടനെ തീർപ്പാക്കി കൊടുക്കാൻ പറ്റില്ല, 100 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ പണിതിരിക്കുന്നത് കിണറുകളാണ്. കിണറുകളുടെ പണികൾ ഏകദേശം പൂർത്തിയായി, ഇനി വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള രൂപരേഖ തയ്യാറാക്കൽ, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണെന്നാണ് ഈ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നിട്ട് ടി സിദ്ദിഖ് ഒരു കുറ്റസമ്മതം എന്ന പോലെ നടത്തിയത്. അതായത് ഒരുപാട് നാളുകളുടെ മൗനങ്ങൾക്ക് ശേഷം ടി സിദ്ദിഖ് വായ തുറന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തൊരു കഷ്ടമാണല്ലേ! 100 ദിവസങ്ങളായിട്ട് 178 വീടുകൾ പണിത് നൽകിയ ഇടതുപക്ഷ സർക്കാർ ഉള്ളപ്പോൾ തന്നെ വീടുകൾ വെച്ച് നൽകും. ഇടതുപക്ഷ സർക്കാർ താക്കോൽദാനം നടത്തുന്നതിന് മുൻപ്, ഇനോഗ്രേഷൻ ചടങ്ങുകൾ നടത്തുന്നതിന് മുൻപ് ഞങ്ങളെല്ലാം അവർക്ക് വേണ്ടി ചെയ്യും, അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞൊരു ടീംസാണ് കിണർ മാത്രം പണിഞ്ഞിട്ട് ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നിട്ട് മറ്റുള്ളവരുടെ മുകളിലേക്ക് ഈ പറയുന്ന ആധിപത്യം അടിച്ചേൽപ്പിക്കാനായിട്ടും മറ്റുള്ളവരുടെ മുകളിലേക്ക് അവരെ സംശയത്തിൻ്റെ നിഴലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ടി സിദ്ദിഖ് അടക്കമുള്ള മൂത്ത കൊങ്ങികളുടെയും ഇളയ കൊങ്ങികളുടെയും എല്ലാം വൃത്തികെട്ട കളികൾ, അതാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമ പാപ്പരാസികൾ എടുക്കുന്ന എഫേർട്ട് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല. എന്തായാലും ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ലഭിച്ചിട്ടുള്ളത് ഈ രേഖകൾ പറയുന്നത് പ്രകാരം ആ തുകയിൽ നിന്നും ഈ മുൻകരുതൽ തുകയായി വയനാട് പുനരധിവാസ ഫണ്ടിൽ നിന്നും മാറ്റിയിട്ടുള്ള മുൻകരുതൽ തുകയിൽ നിന്നും ഒരു വലിയ തുക ഈ സെക്രട്ടേറിയറ്റിലേക്ക് 6 ലാപ്ടോപ്പുകളും ഒരു ഫോട്ടോ സ്റ്റാറ്റ് മെഷീനും വാങ്ങുന്നതിന് വേണ്ടി സർക്കാർ ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ മുൻ LDF സർക്കാരിന്റെ കാലത്ത് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കീഴിലെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു വലിയ തുക ഇതിനായി ചിലവഴിച്ചിട്ടുള്ളത് എന്നാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഈ തുകയുടെ ചിലവഴിക്കലിനായി ഒരു മാർഗനിർദ്ദേശം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ വയനാട് ഇത്തരം സംസ്ഥാന ദുരന്ത പുനരധിവാസങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചിലവഴിക്കുമ്പോൾ അതിന് മുൻകരുതൽ തുകയായി ശേഖരിച്ചിരിക്കുന്ന തുക ആ പ്രദേശത്തുള്ള ഈ കാലാവസ്ഥ മുൻകരുതൽ പുതിയ മുൻകരുതൽ മെഷീനുകളും അതോടൊപ്പം തന്നെ പുതിയ മുൻകരുതൽ സ്ഥാപനങ്ങളും ഒക്കെ, അതായത് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട കേന്ദ്രങ്ങളുടെ നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ അവിടുത്തെ ഈ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരുടെ ഫണ്ടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് പരിശീലനം നൽകുവാൻ, എങ്ങനെയാണ് ഒരു ദുരന്തത്തെ നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പരിശീലനം നൽകാനും ഒക്കെ ചിലവഴിക്കേണ്ടതും അങ്ങനെ കൃത്യമായ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഈ വകയിരുത്തിയ തുകയ്ക്ക് കേന്ദ്ര സർക്കാർ തന്നെ നിർദ്ദേശിക്കുമ്പോൾ ആ മാനദണ്ഡങ്ങളെയും മാർഗനിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിയാണ് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ലാപ്ടോപ്പുകളും അതോടൊപ്പം തന്നെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനും ഒക്കെ വാങ്ങാൻ സർക്കാർ ചിലവഴിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. ഏതായാലും UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെ ശരിവെക്കും വിധത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ക്രിസ്റ്റീന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതെ, ശരിയാണ്, വളരെയധികം ശരിയാണ്. അതായത് നിങ്ങൾ UDF പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത് അതെല്ലാം വളരെയധികം സത്യമായിരുന്നു. ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്ന സമയം മുതൽ ഇവിടെ വലിയ അഴിമതിയായിരുന്നു നടക്കുന്നത്. ഉമ്മൻചാണ്ടി ഇവിടെ ഭരിക്കുന്ന സമയത്ത് ഇല്ലാത്തതിനേക്കാൾ വലിയ അഴിമതി. ഉമ്മൻചാണ്ടിയെ കൊണ്ട് എന്താണ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്? വലിയ രീതിയിൽ കല്ലുകൾ ഇടുന്നുണ്ടായിരുന്നു അദ്ദേഹം. എല്ലായിടത്തും കാക്ക കാഷ്ടിക്കും പോലെ കല്ല് കാഷ്ടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് മാത്രം മതിയായിരുന്നു അല്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് വികസനങ്ങളൊന്നും വേണ്ടായിരുന്നു. എടാ, ഈ വാർത്ത വായിക്കുന്ന മാധ്യമ പാപ്പരാസി മോനെ, അങ്ങനെ തന്നെ വിളിക്കാം. ഈ പാപ്പരാസിത്തരം കാണിക്കാനും മാത്രം എന്തൊരു കഷ്ടമാണ്, എത്ര അധപ്പതിച്ച ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു എത്തിക്സ് ഇല്ലടാ മക്കളെ. അത് മാധ്യമമാണെന്നുണ്ടെങ്കിലും മാധ്യമധർമ്മമാണെന്നുണ്ടെങ്കിലും മറ്റേത് ജോലിയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു എത്തിക്സ് ഇല്ലേ? ആ എത്തിക്സിനകത്ത് നിന്നുകൊണ്ട് വർക്ക് ചെയ്യും. അല്ലാതെ ആർക്കോ വേണ്ടിയിട്ടെന്നല്ല, കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് എന്തിനാടാ ഇങ്ങനെ പണിയെടുക്കുന്നത്? ഈ ശ്രീകണ്ഠൻ നായർക്ക് വല്ലതും കിട്ടുന്നുണ്ടാവും? അവരുടെ വീട്ടിൽ പോയിട്ട് തുണി കഴുകി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അയാൾക്ക് കിട്ടുന്നുണ്ടാവാം. നിനക്കൊക്കെ അതുപോലെ കിട്ടുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കിട്ടുന്നുണ്ടാവും എന്നുള്ളത്. അവരുടെ വീട്ടുപണി എടുത്ത് ദാസനെ പോലെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇന്നത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഈ ശ്രീകണ്ഠൻ നായർ തന്നെ VD സതീശനെ അടുത്തിരുത്തിക്കൊണ്ട് വലിയ മെഴുകലൊക്കെ ചെയ്യുന്നൊരു വീഡിയോ നിങ്ങൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയിലൊക്കെ
നിങ്ങൾ ടി സിദ്ദിഖിനെയാണ് വിളിച്ചടുത്തിരുത്തിയിരിക്കുക. ടി സിദ്ദിഖിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആ വയനാട്ടിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണിയെടുക്കുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങൾ എന്തൊരു കഷ്ടപ്പാടായിരുന്നു നിങ്ങൾ അവിടെ ചെയ്തത് എന്ന് പറയുമ്പോൾ ടി സിദ്ദിഖ് പറയണം, അതെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് ആ ആളുകളെയൊക്കെ ജയിപ്പിക്കുക, അല്ലെ ആ ആളുകളെയൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളൊരു കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയ ആളുകളാണ് ഞങ്ങൾ. വളരെയധികം ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. പിന്നെ അവിടുത്തെ ആ ഒരു ഇനോഗ്രേഷൻ സമയത്ത് കെ രാജൻ എന്ന് പറയുന്ന മന്ത്രി കയറുന്ന സമയത്ത് കയ്യടിയും ഞാൻ കയറുമ്പോൾ കൂകി വിളിച്ചതുമൊക്കെ അതെല്ലാം ഇടതുപക്ഷം ചെയ്യിപ്പിച്ചതായിരുന്നു എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രീകണ്ഠൻ നായരെ പിടിച്ചടുത്തിരുത്തിക്കൊണ്ട് ഇവർ ഈ ഒരു കാര്യം ഇറക്കിയത്. ശ്രീകണ്ഠൻ നായരാകുന്ന സമയത്ത് ഇവർക്ക് എന്താ പറയുക, കുറച്ച് പ്രായമുള്ള മൂത്ത ഒരു മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ ആളുകൾ കുറച്ചുകൂടി വിശ്വസിക്കും, കുറച്ചുകൂടി സ്വീകാര്യതയുള്ളൊരു ചാനൽ തന്നെയാണ് 24 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ടൊക്കെയും ഈ ഒരു ചാനലിനെ തന്നെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ എല്ലാ തോന്നിവാസങ്ങളും ആ ഒരു ചാനൽ മറച്ചു വെക്കുമെന്നുള്ള രീതിയിൽ ഇവർക്ക് തോന്നിയിട്ടുണ്ടാവാന്നല്ല, തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വൃത്തികെട്ട കളിക്ക് വേണ്ടിയിട്ട് ഈ വൃത്തികെട്ട ചാനലിനെ കൂട്ടുപിടിച്ചത്. നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ, എഴുത്തും വായന അറിയാവുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത്. അതായത് ആ ഫണ്ട് അവർ മുക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സമർപ്പിച്ചിരിക്കുന്ന രേഖയിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്, വയനാട്ടിലെ ഓഫീസിലേക്ക് വയനാട്ടിലെ ആ ഒരു ദുരന്ത മേഖലയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ രേഖകൾ തയ്യാറാക്കുന്നതിനും വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങാനായിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വയനാട്ടിലെ ഫണ്ട് മുക്കിയ, വയനാട്ടിലെ ശവം തൂക്കികളെ, അതായത് അവിടുത്തെ ജനങ്ങളുടെ ശവം കൊത്തി തിന്നുന്ന കഴുകന്മാരെക്കാൾ കഷ്ടമായിട്ടുള്ള, അല്ലെ കഴുകന്മാരെക്കാൾ അവസ്ഥ ദയനീയമായിട്ടുള്ള വൃത്തികെട്ട കൊങ്ങികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മാധ്യമങ്ങൾ വലിയ രീതിയിൽ സംഘടിതമായിട്ട് പണിയെടുക്കുന്നു. ആ സംഘടിതമായിട്ട് പണിയെടുക്കുന്നതിൻ്റെ വലിയ കാഴ്ചകൾ, നേർക്കാഴ്ചകളാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മതപ്പതിച്ച ഒരു മാധ്യമധർമ്മം, ഇത്രയും മതപ്പതിച്ച ഒരു നാളുകൾ, അല്ലെങ്കിൽ അതപ്പതിച്ച ഒരു കാലം അത് വേറെ ഉണ്ടാവില്ല. പിണറായി വിജയനെതിരെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി, അല്ലെ കഥകൾ ഇറക്കിക്കൊണ്ട് പിണറായി വിരുദ്ധത പരത്തണം. അതായിരുന്നു മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മം. അതായിരുന്നല്ലോ ഇടയ്ക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതും. അത് നല്ല രീതിയിൽ ഫലം കണ്ടു. മാധ്യമങ്ങൾ ഒരു രീതിയിൽ, നല്ല രീതിയിൽ, അതായത് 100%-ൽ 50%വും നീതി പുലർത്തിയിട്ടുണ്ട് കൊങ്ങികളോട്. കൊങ്ങികൾ എന്ത് പറഞ്ഞോ അതെല്ലാം മാധ്യമങ്ങളിൽ കൂടി പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ ഈ പിണറായി വിജയനെതിരെ പല കളികളും കളിച്ചു. അവസാനം എത്തി നിൽക്കുന്നത് കൊങ്ങികളും സംഘികളും ഒത്തുചേർന്നുകൊണ്ട് പിണറായി വിജയൻ്റെ വീടുകളിലേക്ക്, അല്ലെ വീട്ടിലേക്കൊക്കെ റെയ്ഡ് നടത്തി. വീടുകളെന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. വാടക വീടും മകളുടെ വീടും മരുമകൻ്റെ വീട്ടിലേക്കും ഒക്കെയാണ് റെയ്ഡ് നടത്തിയത്. അപ്പോൾ വീടുകളെന്നായി, വീടല്ല. അപ്പോൾ അവിടെ എല്ലാം റെയ്ഡ് നടത്തിയിട്ട് ഒരു സാധനം പോലും കിട്ടിയിട്ടില്ല. അവസാനം റെയ്ഡിന് വേണ്ടി വന്നിട്ടുള്ള ഏമാന്മാർ എഴുതി കൊടുക്കേണ്ടി വന്നു, ആ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞത് തന്നെയാണ് ശരി, ആ കൈകൾ ശുദ്ധമാണ്, അവിടെ വീടുകളിൽ ഒന്നുമില്ല എന്നുള്ളത് എഴുതി കൊടുക്കേണ്ടി വന്നു. എന്നിട്ടും മാധ്യമ പാപ്പരാസികളും ഈ നാട്ടിലെ കുറേ കൊങ്ങിക്കുട്ടന്മാരും ഇപ്പോഴും എഴുതുന്നത് പിണറായി വിജയൻ്റെ കൈകൾ ശുദ്ധമല്ല, ആ കൈകളിൽ നിറയെ അണുക്കളാണ്, ഉടായ്പാണ്, ഉടായ്പിൻ്റെ ഉസ്താദാണെന്നൊക്കെയാണ്. എടാ, ആദ്യം പോയി വയനാട്ടിൽ കൊങ്ങികളോട് തന്നെ ഞാൻ പറയുകയാണ്, നിൻ്റെയൊക്കെ തലമൂത്ത കൊങ്ങികൾ മുക്കിയ ഫണ്ട് എവിടെയെന്ന് ആദ്യം പോയി അവന്മാരോട് ചോദിക്കുക. എന്നിട്ട് വന്നിട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറ്റം പറ. ആദ്യം അപവാദങ്ങളും അപരാധങ്ങളും പറയുന്നതിന് മുൻപ് നിങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്കൊരു ബോധ്യം വേണം. അല്ലാതെ വെറുതെ കിടന്ന് മെഴുകാൻ നിൽക്കല്ലേ കൊങ്ങിക്കുട്ടന്മാരെ. ഓക്കെ, ബൈ.